പോലീസിനെതിരെ പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തുന്ന കലാപം ദുരന്ത സൂചന. ഇതുമായി ബന്ധപ്പെട്ട് ആന്റി ടെററിസം സൈബർ വിങ്ങിന്റെ മുന്നറിയിപ്പ്. ഇസ്ലാമിക തീവ്രവാദത്തെയും തീവ്രവാദികളെയും വേണ്ടവണ്ണം എതിർത്തില്ല എങ്കിൽ PS അച്യുതാനന്ദൻ നടത്തിയ പ്രവചനം നിറവേറും. ഇന്ത്യ അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇസ്ലാമിക രാഷ്ട്രമാകുമെന്നായിരുന്നു PS അച്യുതാനന്ദൻ നടത്തിയ പ്രവചനം. കേരള പോലീസിനെ അമർച്ച ചെയ്യാനും താറടിക്കാനും സേനയുടെ മനോവീര്യം തകർക്കാനുമുള്ള നീക്കങ്ങൾ മുന്നറിയിപ്പിലുണ്ട്. നിക്സൺ ജോൺ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച വിവരണത്തിൽ പറയുന്ന ഭാഗങ്ങൾ ഇങ്ങനെ: കേരള പോലീസിനെതിരെ പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തുന്ന കലാപം ഒരു ദുരന്ത സൂചനയാണ്. ഇസ്ലാമിക തീവ്രവാദത്തെയും തീവ്രവാദികളെയും വേണ്ടവണ്ണം എതിർത്തില്ലെങ്കിൽ PS അച്യുതാനന്ദൻ പറഞ്ഞ ഇന്ത്യ അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇസ്ലാമിക രാഷ്ട്രമാകും എന്നത് സംഭവിക്കുക തന്നെ ചെയ്യും. അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇസ്ലാമിക ഭീകരർ ഭരണം പിടിച്ചു. അപ്പോൾ നമ്മൾ എതിർത്തു. ഭരണം പിടിച്ചതിനു ശേഷം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുമായി സഹകരിക്കുന്നു, നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നു, സഹായം നൽകുന്നു. ഒടുവിൽ ഇപ്പോൾ അവരുമായി ക്രിക്കറ്റും കളിക്കുന്നു. ഇത് എല്ലാ ഇസ്ലാമിക തീവ്രവാദികൾക്കും നന്നായി അറിയാം. ആകയാൽ നാളെ PFI ഇവിടെ മിഷൻ 2047 നടപ്പിലാക്കിയാൽ പിന്നെ ഇതേ അവസ്ഥയാകും ഇപ്പോൾ എതിർക്കുന്നവരുടേതും. ഇനിയും ബോധം വരാത്ത കഴുതകൾ അന്ന് ഹൃദയം പൊട്ടിക്കരയും, പിന്നെ കീഴടങ്ങും. ഒടുവിൽ അടിമച്ചങ്ങലയിൽ അമേധ്യം തിന്ന് ജീവിച്ച് ചാകും. PFI നിരോധനം നേരിടുന്നെങ്കിലും തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകളെല്ലാം പല രൂപത്തിലും പല ഭാവത്തിലും ഇപ്പോഴും സജീവം. അതിന്റെ അവസാനത്തെ തെളിവാണ് കേരള പോലീസ് മതഭീകര സംഘടനകളുടെ സ്വർണ്ണക്കടത്ത്, ഹവാല, മയക്കുമരുന്ന് ഇടപാടുകൾ തടഞ്ഞപ്പോൾ ഇവിടെയുണ്ടായ കോലാഹലം. കേരള പോലീസിനകത്ത് RSS സംഘം എന്ന വ്യാജ പ്രചരണം പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തുന്നത് എന്തിന്? ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കാരണങ്ങൾ. പോലീസിനെതിരെ വ്യാജ ആരോപണങ്ങൾ നിരത്തി മാധ്യമ ശ്രദ്ധയും ജനരോഷവും ഉയർത്തി സേനയുടെ മനോവീര്യം കെടുത്തുക, അതിനെ തങ്ങൾക്ക് വഴങ്ങാത്ത ഉദ്യോഗസ്ഥരെ നിഷ്പ്രഭരാക്കുക, പച്ചവെളിച്ചം സജീവമാക്കുക, അഴിമതിയും അനീതിയും ആരോപിച്ച് പോലീസിനെ വിരട്ടി വരുതിയിലാക്കുക, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ കേന്ദ്രമാക്കിയുള്ള സ്വർണ്ണക്കടത്ത്, ഹവാല, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവ സുഗമമാക്കുക, അതിന് സഹായകമായ ഉദ്യോഗസ്ഥരെ അവിടെ ഇരുത്തുക. മയക്കുമരുന്ന് മാഫിയ ആയ നർക്കോട്ടിക് സിൻഡിക്കേറ്റിനെ പോലീസ് തുടരുത്. മയക്കുമരുന്ന് സിൻഡിക്കേറ്റിനെതിരായ പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹഡ് തകർക്കുക. മട്ടാഞ്ചേരി മാഫിയയെ തുടരുത്. പോലീസിനെ കൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുപ്പിക്കുക. മലപ്പുറം, കോഴിക്കോട് പൊളിറ്റിക്കൽ ഇസ്ലാമിക പവർ സിൻഡിക്കേറ്റ് ശക്തമാക്കുക. കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് മഹാ അപരാധമെന്നാരോപിച്ച് പോലീസ് സേനയെ വിരട്ടി പച്ചവൽക്കരിക്കുക. കേരള പോലീസിന്റെ മനോവീര്യം കെടുത്തി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് ഇപ്പോൾ കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥരെ പൊളിറ്റിക്കൽ ഇസ്ലാം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിനുള്ള കാരണം. കഴിഞ്ഞ 3-4 വർഷങ്ങളായി കേരള പോലീസ് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ മയക്കുമരുന്ന് വേട്ടയാണ് നടത്തിയിട്ടുള്ളത്. ഏകദേശം 147 കിലോ സ്വർണമാണ് കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ പിടിച്ചത്. അതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ ശക്തികളെ പോലീസിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചതും. കേരള പോലീസിന്റെ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ആന്റി ടെററിസം സൈബർ വിംഗ് കേരള പോലീസിനൊപ്പമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.